വിളിച്ചിട്ടോ ഞാൻ വിളിക്കാം. അമ്മ കുടിച്ചോ അടങ്ങൂല. നിങ്ങൾ പേരുടെ 4 മൂലക്കെ കുളിച്ചില്ല. നമ്മള് പോയിട്ട് കുളിച്ചിട്ടാ മതി. നമ്മക്ക് ചിലപ്പോ പണി ഉണ്ടാക്കും. നിങ്ങൾ പോണ വഴിക്ക് ഒരു കാര്യം ചെയ്തോ. ഇത് നമ്മളെ കന്നാലത്തിന്റെ അവിടെ ആ പെണ്ണ് കളിച്ച് കുളിച്ച കടവില്ലേ, അവിടെ തന്നെ ഇറങ്ങാം. നമ്മളെ കാര്യങ്ങൾ പറഞ്ഞാ നമ്മള് പോകണം. അസ്സലാമലൈക്കും. നമ്മൾ ആചാരം ഒന്ന് കണ്ടോളാം. തങ്ങൾ പാപ്പാത്തിന് അത് ആചാര്യോട് പറഞ്ഞു വാങ്ങിച്ചു. എന്നാലും നമുക്ക് സുഖം തന്നെ അല്ലേ? എന്താ ചെറുമാര് കുഞ്ഞാലി എന്തെത്താ എനിക്ക് പറ്റിയിരിക്കണത്? ഏട്ടാ, ഞങ്ങളാ ബ്ലൂടൂത്തും പിന്നെ ചായ കുടിച്ചപ്പോ ആൾക്കാര് പറയണേട്ടതാ, അന്റെ സൈനും വടക്കേലെ അബൂബക്കൂറും തമ്മിൽ ഭയങ്കര മുഹബത്ത്. ആൾക്കാർക്ക് എന്തൊക്കെ പറയാം, രാവിലെ ഇല്ലെങ്കിൽ ഇജ്ജെന്തിനാണ് വേദനാവുന്നത്? ഇജ്ജ് അവിടെ എന്താ ഞാലേ അന്റെ കല്യാണം കഴിഞ്ഞു ഏതായാലും അതിന്റെ ചെലവ് ഞങ്ങൾക്ക് തന്നില്ല. എന്തിനാ? ചെലവൊക്കെ ഞാൻ നമുക്ക് തരാം. നിങ്ങൾ നാളെ നമ്മളെ പെരേക്ക് വരും. നാളെ വാപ്പ ഇവിടെ ഉണ്ടാവില്ല. വാപ്പ ചീതപ്പനെ കൂട്ടിക്കാണ്ട് വേപ്പൂർക്ക് പോവാ, വേറെമ്പോ വിളിച്ചാൽ. അപ്പൊ നിങ്ങൾ നാളെ വരും. നാളെ കാണാം. നമസ്കാരം ആചാര്യ. നമസ്കാരം. ആ ആചാര്യ കാണാൻ വന്നാ. വാപ്പ ഇവിടെ ഇല്ല. വാപ്പ വേപ്പൂർക്ക് വയ്ക്കുക. വാപ്പ വേപ്പൂർക്ക് പോയതാ. ഇന്നിപ്പോ ആചാര്യ കാണാൻ പറ്റൂലേ? തങ്ങള് വന്നത് നന്നായി. കുഞ്ഞാലിന്റെ ഭ്രാന്തും മാറി, കല്യാണം കഴിഞ്ഞു. ശിവ ശിവ, എല്ലാം നന്നായി വന്നല്ലോ. ഞാൻ ഈ ഹാജരെ പിന്നെ കാണാം. ഞാൻ പോകുന്നു. ഹാജര് വന്നാ പറഞ്ഞോളൂ. പഠിച്ചു വരയ്ക്കാൻ വല്ലതുണ്ടാവോ? ചോളോപുരിയോ ആകെ ഗ്യാസാ. ഞാൻ ചെലവ് ഏതായാലും ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഒരു പണിയില്ല. ചോളോപുരം നിന്നാ ചോളപ്പൊരി ശരിയായില്ല കേട്ടോ. ഞങ്ങള് ചിക്കൻ ബിരിയാണി പ്രതീക്ഷിച്ചേ ഇല്ല. എടാ കുഞ്ഞാലിന്റെ ചെലവ് ഞമ്മക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഇതൊന്ന് പാടിക്ക. നിങ്ങളൊന്ന് ആടി.
കാട്ടിയത് ആലോചിച്ചാലും കഴിയുന്നത്